യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ 1-ാമത്തെ വാക്യം മാത്രം നമുക്ക് വായിക്കാം. യെശയ്യാവ് 5:1. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ദൈവത്തിനു വേണ്ടി ജനത്തോട് സംസാരിക്കാൻ ദൈവത്തിനും ജനത്തിനും മധ്യേ ദൈവം തെരഞ്ഞെടുത്താക്കുന്ന ആളുകളെയാണ് പ്രവാചകന്മാരെന്ന് വിളിക്കുന്നത്. അവർ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കുകയാണ്. പുരോഹിതന്മാർ നേരെ തിരിച്ചാണ്, ജനത്തിന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുകയാണ്. പ്രവാചകന്മാർ ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കുകയാണ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നമ്മൾ കാണുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ. അപ്പം ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം നേരിട്ട് നമ്മളോട് പറയുന്നത് പോലെ ഒരാളെ തെരഞ്ഞെടുത്തിട്ട് ആ ആളുടെ നാവിൽ വാക്ക് കൊടുത്തിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും വേദപുസ്തകം ദൈവത്തെക്കുറിച്ച് നമ്മളോട് പറയുന്ന തിരിച്ചറിവും വളരെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാകുമെങ്കിൽ പ്രവചനത്തെയും പ്രവചന ശുശ്രൂഷയെയും അതിൻ്റെ നിലവാരത്തിൽ നമുക്ക് മനസ്സിലാകും. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ഏറ്റുപറയുന്ന എൻ്റെ ദൈവം ആരാണ്? എന്നെ സൃഷ്ടിച്ചവനാണ്, എന്നെ പോറ്റിപ്പുലർത്തുന്നവനാണ്, എൻ്റെയും ഇന്നലെയും ഇന്നും നാളെയും അറിയുന്നവനാണ്. സർവോപരി ഈ നിത്യത എൻ്റെ ഹൃദയത്തിൽ തന്ന് പാപത്തിൽ നിന്ന് രക്ഷിച്ച് ഈ ലോകത്തിൽ ഞാൻ വീണുപോകാതിരിക്കാൻ എന്നെക്കുറിച്ച് ഭയങ്കരമായിട്ട് കൊതിക്കുന്നയാളാണ് എൻ്റെ ദൈവം. ഇച്ചിരിയൂടെ വ്യക്തമായി പറഞ്ഞാൽ, എന്നെക്കുറിച്ചുള്ള, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കുറിച്ചൊക്കെയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ വീണു പോകാതെ ആ നിത്യത വരെ വചനത്തിൽ ആശ്രയിച്ച് ദൈവകൃപയും നിലനിൽക്കണം. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി അതിനെ ചിത്രീകരിക്കാൻ ഒത്തിരി ഉദാഹരണങ്ങൾ വേദപുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നമ്മുടെ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അവർ ലോകപ്രശസ്തരാകണമെന്നോ അവർ വലിയ ജോലിക്കാരാകണമെന്നോ ഒക്കെ ആണെങ്കിൽ അതവിടെ നിൽക്കട്ടെ, ഒരു ഓപ്ഷൻ. ഒരു അമ്മ, ആ അമ്മയുടെ മകളെക്കുറിച്ച് കാണുന്ന സ്വപ്നം ഇതാണ്. ഞാൻ 2 ഉദാഹരണം പറയുകയാണ്. ആ സ്വപ്നം ഇതാണ്: എൻ്റെ കുഞ്ഞ് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കണം, എൻ്റെ കുഞ്ഞ് ഏറ്റവും ടോപ്പായിട്ട് പഠിച്ച് പാസ്സാകണം, എൻ്റെ കുഞ്ഞ് ഏറ്റവും ഉന്നതമായൊരു ജോലിയിൽ കയറണം, എൻ്റെ കുഞ്ഞ് വലിയ ഒരു വീട് പണിയണം, എൻ്റെ കുഞ്ഞ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലുള്ള ബിസിനസ് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആകണം. ആ സ്വപ്നത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ല സ്വപ്നമാണ്. എന്നാൽ ഇപ്പുറത്ത് മറ്റൊരാളുടെ സ്വപ്നം ഇതാണ്: എൻ്റെ കുഞ്ഞ് എന്നെ അനുസരിക്കുന്നയാളായിട്ട് വളരണം, എൻ്റെ കുഞ്ഞ് ദൈവത്തെ മറക്കാതെ വളരണം, എൻ്റെ കുഞ്ഞ് ജീവിതത്തിൽ ധാർമ്മിക മൂല്യമുള്ളയാളായിട്ട് വളരണം, എൻ്റെ കുഞ്ഞ് ലോകത്തിൽ എന്ത് നേടിയാലും ഇല്ലെങ്കിലും ദൈവത്തെ ജീവിതത്തിൽ നേടണം, എൻ്റെ കുഞ്ഞ് അനുസരണശീലമുള്ളയാളായിട്ട് വളരണം, എൻ്റെ കുഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കരുതുന്നയാളായിട്ട് വളരണം. ഇവിടെ രണ്ടിൻ്റെയും ഒരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ആ കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിലനിൽക്കുന്ന സ്വപ്നങ്ങളെക്കാളും ക്ഷണികമാകുന്ന, നഷ്ടപ്പെടാകുന്ന ചിലത് മാത്രം സ്വപ്നം കണ്ടതുകൊണ്ട്
ഒരുപക്ഷെ ഈ അമ്മ കുറെ കഴിയുമ്പോൾ ദുഃഖിക്കാം. കാരണം എന്താ? ഏറ്റവും ടോപ്പ് ലെവലിൽ ജീവിക്കുമ്പോഴും ചിലപ്പം ഇതേ അമ്മയോട് ചിലപ്പോൾ കരുണ കാണിക്കത്തില്ല, ചിലപ്പോൾ സ്വാർത്ഥമായിട്ടങ്ങ് ജീവിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും ഉന്നതമായിട്ട് ജീവിക്കുന്ന മകൻ ഈ അമ്മയെ കൊണ്ടിട്ട്, ഞാൻ കേട്ടൊരു സംഭവം പോലെ, അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ ചെന്നിട്ട് പുള്ളിക്ക് അത്രയ്ക്ക് അങ്ങ് തൃപ്തിയില്ലാത്തതുകൊണ്ട് ബാംഗ്ലൂരിൽ തിരിച്ചു വന്ന് നേരെ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഈ അമ്മ വിചാരിക്കുന്നത് ഇവൻ ഈ ഓൾഡ് ഏജ് ഹോമിനെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന്. പക്ഷെ അവിടെ ചെന്ന് അമ്മയെ അവിടെ റിസപ്ഷനിൽ ഇരുത്തിയിട്ട് പുള്ളി ഇപ്പുറത്തെ വാതിലൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ അമ്മ ഞങ്ങളോട് പറയുകയാണ്, എനിക്ക് എല്ലാ മാസവും പുള്ളി ഇത്ര രൂപ അയച്ചു തരും, അവൻ എല്ലാ മാസവും കൃത്യ ദിവസത്തിന് ആ പൈസ ഇവിടെ വരും, അതെല്ലാം പറഞ്ഞേച്ച് പിന്നെ കണ്ടമിടറിക്കൊണ്ട് തൊണ്ട ഇടറിക്കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് വരും. പക്ഷെ ആ പൈസ കൊണ്ടല്ലല്ലോ കാര്യം, അവൻ എന്നെ ഇവിടെ തള്ളിയിട്ടേച്ച് പോയില്ലേ. പക്ഷെ ഇപ്പുറത്ത് ഒരമ്മയുടെ സ്വപ്നം ഇതാണ്, എന്നോട് അനുസരണശീലമുള്ള, ജീവിതത്തിൽ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന, ദൈവത്തെ മറക്കാത്ത ആളായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് വളർത്തിയ കൊച്ച് ഈ അമ്മയ്ക്ക് താങ്ങും തണലുമായിട്ട് മാറുകയാണ്. ചിലപ്പോൾ ഈ അമ്മയ്ക്ക് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പുറമേ കാണുന്ന പലതും കിട്ടിയില്ലെങ്കിലും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഈ കുഞ്ഞ് കുറെ കഴിയുമ്പം, അപ്പം പിന്നത്തേതിൽ എന്ന് പറയുന്നൊരു സ്വപ്നം. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് നമ്മളൊന്ന് ചോദിച്ചു നോക്കി. ഇവിടെ ഇരിക്കുന്ന നമ്മളെക്കുറിച്ച്, നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ചെറിയ വിലയൊന്നും അല്ല കൊടുത്തത്. എന്തിനാണ് എന്നെ വീണ്ടെടുത്തത്? എവിടുന്നാണ് എന്നെ വീണ്ടെടുത്തത്? ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചന്ന് തൊട്ട്, ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത്. ഞാനെന്ന് പറയുമ്പം എൻ്റെ സ്ഥാനത്ത് നിങ്ങളെ കാണണേ. ഈ ഭൂമിയിൽ ഞാൻ ജനിച്ച നിമിഷം മുതൽ ആദാമ്യ പാപത്തിന്റെ അടിമത്തത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ മുന്നോട്ട് പോയ ഓരോ ദിവസങ്ങളും എൻ്റെ മേൽ നിഴലിട്ട് നിന്ന ഒരു അന്ധകാരമുണ്ടായിരുന്നു. എന്നെ നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള പിശാചിന്റെ ചങ്ങലകൾ, പാപത്തിന്റെ ചങ്ങലകൾ എന്നെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ഇത് കണ്ടിട്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് എന്നോട് മനസ്സിലിവ് തോന്നി. സുവിശേഷം കേൾക്കാൻ എനിക്ക് അവസരം തന്നു. നമുക്ക് ഓരോരുത്തർക്കും അവസരം തന്നു. ദൈവത്തെ അറിയാനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കി തന്നു. നമ്മുടെ ഹൃദയ കവാടത്തിൽ ദിനംതോറും മുട്ടി 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 വിളിച്ചു, നീ മാനസാന്തരപ്പെട, നീ ദൈവത്തെ തിരിച്ചറിയ, നീ വചനം പഠിക്ക, നീ ദൈവത്തോട് അടുത്തു പോ, നിനക്കൊരു നിത്യതയുണ്ട്. ഈ ഭൂമിയിലെ ആയുസ് ക്ഷണികമാണ്. വരുന്ന നിത്യതയെ കുറിച്ച് നീ ചിന്തിക്കണം, അതിനു വേണ്ടി നീ ഒരുങ്ങണം. ഇവിടെ 70-80 വർഷമേ ഉള്ളൂ, അത് കഴിഞ്ഞ് നിത്യകാലമാണ്. നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകാൻ യേശുക്രിസ്തു എന്ന് ഒരു മാർഗമേ ഉള്ളൂ. നിന്റെ ഹൃദയ കവാടം തുറന്നു കൊടുക്ക, നീ മാനസാന്തരപ്പെട, നീ വിശ്വസിക്ക, നീ രക്ഷിക്കപ്പെട, നീ സ്നാനപ്പെട, നീ വിശുദ്ധ ജീവിതത്തിൽ ജീവിക്ക. ഇങ്ങനെ മുട്ടി 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 നമ്മുടെ ഹൃദയം തുറന്നു. നമ്മൾ ആ പാദപീഠത്തിൽ മുട്ടുകുത്തി, കർത്താവേ ഞാനൊരു പാപിയാണെന്ന് ഏറ്റു പറഞ്ഞു, വചനം പ്രമാണിച്ചു, മാനസാന്തരപ്പെട്ടു, വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, വിശുദ്ധിയിൽ ഞാൻ ജീവിക്കുക. ഇങ്ങനെ വില കൊടുത്ത് എന്നെ തെരഞ്ഞെടുക്കാൻ എന്റെ കർത്താവ് ക്രൂശിൽ കൊടുത്ത സ്വന്തം ജീവനാണ്. ഇത്രയും കൊടുത്ത്, ഇത്രയും ഹൃദയ കവാടത്തിൽ മുട്ടി എന്നെ രക്ഷിച്ച് ദൈവവൈതലാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന എന്തിനാ? 3-ാം മാസത്തിൽ ഫ്ലൈറ്റ് കയറ്റാനും 7-ാം മാസത്തിൽ ബാങ്ക് ബാലൻസ് കൂട്ടാനും ആണോ? ഈ ലോകത്തിൽ ചിലതൊക്കെ തരാൻ വേണ്ടി എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ എത്ര ചെറുതായി പോയി. അല്ല അല്ല അല്ല, ഇത്രയും വില കൊടുത്ത് എന്നെ രക്ഷിച്ച് നിർത്തിയത് എന്നെ നിത്യതയ്ക്ക് വേണ്ടിയാണ്. എന്റെ കർത്താവ് എന്നെ രക്ഷിച്ച് നിർത്തിയതിന്റെ പുറകിൽ എന്റെ കർത്താവിന്റെ ഏറ്റവും വലിയ കൊതി, ഞാൻ വീണു പോകരുത്. നമ്മൾ വീണു പോകരുത്. നമ്മൾ പാപത്തിൽ നിബന്ധിച്ചു പോകാതെ പാപത്തെ ജയിക്കണം, വിശുദ്ധിക്ക് വില കൊടുക്കണം. നിത്യതയെക്കുറിച്ചുള്ള സ്വപ്നം നമ്മുടെ കണ്ണുകളിൽ നിന്ന് പോകരുത്. കർത്താവിനെ മാത്രം ധ്യാനിച്ച് ലോകത്തിൽ നേടിയാലും ഇല്ലെങ്കിലും, സ്ഥാനമാനങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും,
പേരും പ്രശസ്തി ഉണ്ടായാലും ഇല്ലെങ്കിലും അതൊക്കെ ചപ്പും ചവറുമെന്നെണ്ണി പുറമെ ഇട്ടെറിഞ്ഞേച്ച് ക്രിസ്തു, നിത്യത, ദൈവം, ഇതിങ്ങനെ ഞാൻ ചിന്തിക്കുകയും ഇതിനു വേണ്ടി ധ്യാനിക്കുകയും ഇതിനു വേണ്ടി ജീവിക്കുകയും, ഇതാണ് എന്റെ ദൈവത്തിന്റെ സ്വപ്നം. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയാമോ? ഏതെങ്കിലും ഒരു മനുഷ്യനെ ദൈവത്തിന്റെ വാക്ക് സംസാരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യ നിർത്തിയിട്ട് ദൈവത്തിന്റെ വാക്കുകൾ പറയാൻ ഒരു പ്രവാചകനായി തിരഞ്ഞെടുത്താൽ ആ പ്രവാചകൻ പറയാൻ പോകുന്നത് നിത്യതയെ കുറിച്ചും മാനസാന്തരപ്പെടാനും ദൈവസനം നിലനിൽക്കാനുമുള്ള വചനങ്ങളായിരിക്കും. അല്ലാതെ എന്നെ ഭീതിപ്പെടുത്തി, എന്നെ പേടിപ്പിച്ച് ഈ മുഴുവനും ഇങ്ങനെ ബന്ധം, പോരാട്ടം, അത് ഇത്, ആ കെട്ട്, ഈ കെട്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ അടിമപ്പെടുത്തി, ഭീതിപ്പെടുത്തി, ഭയപ്പെടുത്തി വല്ലാത്തൊരു ലോകമാണ്. ഞാനിത് വിളിച്ചു പറയുന്നത്, നമ്മുടെ ആരുടെയും വീടുകളിൽ ഇതുപോലത്തെ കള്ളപ്രവാചകന്മാർ വന്നാൽ കേറ്റരുത്. ഞാൻ പോകുന്ന ചർച്ചകളിലൊക്കെ പല ആളുകളും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചർച്ചില് ഒരു സഹോദരി മെസ്സേജ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അപ്പോ നമ്മൾ അവരോടൊക്കെ ഇടപെടാൻ കൊള്ളു. ആരെക്കുറിച്ച് ഈ പറയുന്നത്? എൻ്റെ ഇന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പ്രവാചകൻ എന്നോട് വന്ന് പറഞ്ഞു, നിന്റെ ഏറ്റവും അടുത്ത് ഇന്ന ബന്ധു നിനക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവരോട് ഭയങ്കര കലിപ്പുണ്ടായി, എനിക്ക് ദേഷ്യമുണ്ടായി. ഞാൻ അവരെ എന്തോരം സ്നേഹിക്കുന്നു, എന്നിട്ട് എനിക്കെതിരെ കൂടോത്രം ചെയ്തേക്കുവാണോ? എന്നിട്ട് ഈ പ്രവാചകൻ എന്നോട് പറഞ്ഞു, അവരോട് മിണ്ടരുത്, അവരോട് ഇടപെടരുത്, അവരെ വിട്ടൊഴിഞ്ഞേക്കണം, അവരുമായിട്ട് ഒരു സഹകരണത്തും പാടില്ല. ഇപ്പൊ എന്റെ പ്രശ്നം എന്നാ പാസ്റ്ററെ? അവരെന്നെ ഭയങ്കര സ്നേഹിച്ച് ഇങ്ങോട്ട് വരും, ഞാൻ അവരെ കാണുമ്പോൾ കലിപ്പിക്കും. അപ്പൊ അവര് പറയുന്നത് ഞാൻ ദൈവബോധത്തിലാണോ എന്ന് അവർ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരി, ഒരു പ്രശ്നമുണ്ട് ഇവിടെ. നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്യുന്നവരോ നിങ്ങൾക്കെതിരെ ശത്രുവായിട്ട് നിൽക്കുന്നവരോ ദിനം തോറും നിങ്ങളെ ഉപദ്രവിക്കുന്നവരോ ആണോ അല്ലയോ എന്ന കണ്ടീഷൻ വെച്ചല്ല നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നത്. നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നത് ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ട്. അതാ എന്റെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ വരെ നിങ്ങൾ സ്നേഹിപ്പീൻ. അല്ല, അപ്പൊ ആ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ആ പ്രവാചകൻ കള്ളപ്രവാചകനാ. വേറെ ഏതെങ്കിലും തെളിവ് വേണോ? ഫലം കൊണ്ടല്ലേ ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഒരാളെ വെറുക്കാൻ ഒരാൾ നിങ്ങളോട് പറഞ്ഞെങ്കിൽ ആ ആളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവോ? ഇത് പറയാൻ ഇത്ര വലിയ പേടിയെന്താ? അതുപോലത്തെ വല്ലാത്ത കാലഘട്ടത്തിന്റെ നടുവിൽ ജീവിക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ചു പറയുക. ഈ വചനത്തിലേക്ക് കയറുന്നതിന്റെ പശ്ചാത്തലമായിട്ട് എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഈ ഭൂമിയിലെ കുറച്ച് കാര്യങ്ങളല്ല, ഈ ഭൂമിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും ത്യാഗം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി നിർത്തിയിരിക്കുന്നത്. ആമേൻ. ഇവിടെ നന്മ കിട്ടിയാലും നന്മ കിട്ടിയില്ലെങ്കിലും അപ്പോസ്തലന്മാർ ഓരോരുത്തരും പറയും, ഇവിടത്തെ നന്മ നഷ്ടമായപ്പോ ഞങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരു പടി കൂടി ഒരുക്കി. ആമേൻ. തേജസ്സിന്റെ നിത്യഘനം വലുതെന്ന് അറിഞ്ഞുകൊണ്ട് കഷ്ടത ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ പ്രാപ്തമായി എന്നാ പത്രോസ് പറയുന്നത്. അപ്പോ ഇങ്ങനെ പ്രവചനത്തെയും പ്രവാചകനെയും പ്രവചന ശുശ്രൂഷയും മനസ്സിലാകാൻ കഴിഞ്ഞാലേ യെശയ്യാ 5 മനസ്സിലാവുള്ളൂ. യെശയ്യാ 5 എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഞാൻ എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവനതിന് വേലി കെട്ടി, അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്ക് വിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഇത് ഞാനിങ്ങനെ പറയാം, ഒരു പ്രിയന്റെ പാട്ട്, ഒരു പ്രിയതമന് പ്രിയന്റെ പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് ഈ പാടുന്ന പാട്ടെന്ന് പറയുന്നത് ഭയങ്കര സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്നാന്ന് ചോദിച്ചാൽ, ഇതൊരു വിലാപമാണ്. പ്രവാചകൻ വിളിച്ചു പറയുന്നത്
ഒരു വിലാപത്തിന്റെ വാക്കുകളാണ്. എന്താണ് ഈ വിലാപം? പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മക്കളായ ഇസ്രായേലിനെ, അത് 7-ാമത്തെ വാക്യത്തിൽ, യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം, നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്ക് സ്ഥലമില്ലാതാകുവോളം ഞാൻ എനിക്ക് എന്ന് സ്വാർത്ഥത. അതായത് ഇത്രയേ ഉള്ളൂ. ദൈവാത്മാവ് കണ്ടത് അവർക്ക് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് മുമ്പിൽ ഇടിവുണ്ടായോ, ആരെങ്കിലും അവരെ നിന്ദിച്ചോ, ഏതെങ്കിലും വീട്ടുകാർ അവരോട് പഴി പറഞ്ഞോ, ഏതെങ്കിലും ആൾക്കാർ അവർക്കെതിരെ കൂടോത്രം ചെയ്തോ, ഇതൊന്നുമല്ല. പ്രവാചകന്റെ കണ്ണിലൂടെ പരിശുദ്ധാത്മാവ് ജനത്തെ കണ്ടപ്പോൾ ആ കണ്ണിൽ പെടുന്നത് എന്താണെന്ന് അറിയാമോ? ജീവിതമാണ്. കാരണം എന്താണെന്നറിയാമോ? പലപ്പോഴും ചെറുതെന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ചില പ്രായോഗിക തലങ്ങളായിരിക്കാം നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തുന്നത്. എൻ്റെ നിത്യത നഷ്ടപ്പെടുത്താൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. എൻ്റെ നിത്യത എന്നത് കർത്താവ് എനിക്ക് ഗ്യാരണ്ടി തന്നിരിക്കുന്ന കാര്യമാണ്. രക്ഷ എന്നുള്ളത് കർത്താവിന്റെ ദാനമാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. നമ്മൾ പറയത്തില്ലേ, രക്ഷ സൗജന്യമാണ്. ഒരു ജഡവും പ്രശംസിക്കത്തക്കവണ്ണം ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല. ഇത് കൃപയാണ്, കൃപയാണ്, കൃപയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, രക്ഷയല്ല നഷ്ടപ്പെടുന്നത്, നമ്മളാണ് നഷ്ടപ്പെടുന്നത്. അതായത് എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു ചോയ്സ് തന്നിരിക്കുക. വേണമെങ്കിൽ ത്യാഗമെടുത്ത് ക്രിസ്തുവിന് വേണ്ടി നിൽക്കാം. ഈ ആയുസ് ക്ഷണികമെന്ന ബോധ്യം ഉണ്ടായാൽ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ അടുക്കൽ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണെന്ന് വിചാരിച്ചേ, ഇന്ന് രാത്രി 10 മണിയാകുമ്പോൾ നിന്റെ പ്രാണനെ ഞാൻ എടുക്കും. ഇന്ന് രാത്രി 10 മണിയാകുമ്പോൾ നിന്റെ ആയുസ് തീരുമെന്ന് നമ്മുടെ അരികിൽ വന്ന് കർത്താവ് നേരിട്ട് പറഞ്ഞു പോയാൽ, ഈ 11:31 മുതൽ രാത്രി 10 മണി വരെയുള്ള നമ്മുടെ മുൻഗണന എന്തായിരിക്കും? ഈ ഭൂമിയിൽ ഒരു നേട്ടവും നമ്മുടെ കണ്ണിൽ പോലും പെടുന്നില്ല. എന്തിനേറെ നമ്മുടെ രോഗവും ആരോഗ്യവും ഒന്നുകൂടെ വിഷയമാകില്ല. ആകെ വിഷയമാകുന്നത് 10 മണി വരെയുള്ള ഈ മണിക്കൂറുകൾക്കകത്ത് അതിനപ്പുറത്തുള്ള നിത്യതയെ സ്വാധീനിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മുൻഗണന ഒന്ന് മാത്രം, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാം, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാം, നിത്യതയെ ബാധിക്കുന്ന എന്ത് ചെയ്യാം. ഈ ഒരു രഹസ്യമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. എന്താ ഈ താക്കോലെന്ന് കേൾക്കണോ? എൻ്റെ ആയുസ് ക്ഷണികമാണ്. വയലിലെ പൂ പോലെ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെയാകും. അതിന്റെ സ്ഥലം പോലും പിന്നെ അതിനെ ഓർക്കുന്നില്ല. ദൈവത്തിന് വേണ്ടി ചെയ്തത് മാത്രം നിൽക്കും. അവനവന്റെ പ്രവൃത്തി മുഴുവനും തീയിലൂടെ ശോധന ചെയ്യും. പുല്ലും വൈക്കോലും ഒക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും തീയിൽ കത്തിപ്പോകും. എന്നാൽ വിലയേറിയ ചിലത് ക്രിസ്തുവിന് വേണ്ടി നേടിയവരുണ്ട്. ഹല്ലേലൂയ. പൊന്നും വെള്ളിയും വിലയേറിയ ചിലതും തീയിലൂടെ പോകുമ്പോൾ അത് കീടം മാറി ശുദ്ധി ചെയ്ത് അക്കരെ പാമൻ വരുന്നത് പോലെ ക്രിസ്തുവിന് വേണ്ടി ചെയ്ത പ്രവൃത്തി മാത്രം അക്കരെ കടക്കുവോളം ശേഷിക്കും. ബാക്കിയെല്ലാം അവൻ ഇവിടെ ഇട്ടേച്ചു പോയേ തീരൂ. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ. എത്ര വലിയ ഡിഗ്രിയും ഇവിടെ ഇട്ടേച്ചു പോയേ പറ്റൂ. എത്ര വില കൂടിയ വസ്ത്രവും ഇവിടെ ഇട്ടേച്ചു പോയേ പറ്റൂ. എത്ര വില കൂടിയ ലോകത്ത് നമ്മൾ നേടിയതും മുഴുവനും ഇവിടെ ഇട്ടേച്ചു പോയേ പറ്റൂ. നിലനിൽക്കുന്നത് ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തു എന്നത് മാത്രം. എന്റെ ഫലം നിലനിൽക്കേണ്ടതിനും ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിത്യതയോളം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട്.
ഈ ഒരു കാഴ്ചപ്പാടാണ് പരിശുദ്ധാത്മാവിന്റെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടാണ് പ്രവാചകന്റെ കണ്ണുകളിൽ പതിപ്പിക്കുന്നത്. പിന്നെ പ്രവാചകൻ നോക്കുമ്പോൾ കാണുന്നത് തന്റെ ജനത്തെ ദൈവം കാണുന്നത് പോലെ. എനിക്ക്, എൻ്റെ, ഞാൻ എന്ന സ്വാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു തലമുറയോട് ദൈവം പറയുക, നിനക്കിന്ന് അഭിമാനത്തോടെ നീ വിളിച്ചു പറയുന്നതൊക്കെ നീ നേടിയതല്ല. ഞാൻ നിന്നെ നട്ടത് കൊണ്ട്, ഞാൻ കല്ല് പെറുക്കി കളഞ്ഞത് കൊണ്ട്, ഞാൻ ഏറ്റവും മേത്തരമായി നിന്നെ പരിപാലിച്ചത് കൊണ്ട്, നിന്റെ കൂടെ ഇരുന്നത് കൊണ്ട്, നിന്നെ ചവിട്ടി മെതിക്കുവാൻ ഒരു സ്തോത്രം ദുഷ്ട മൃഗങ്ങളും കേറി വരാതെ ഞാൻ നിനക്ക് ചുറ്റും വേലി കെട്ടിയത് കൊണ്ട്, ഒരു ഗോപുരം പണിത് അതിന്റെ മുകളിൽ ഉറങ്ങാതെ കണ്ണ് ചിമ്മാതെ നിന്നെയും നിനക്കുള്ള സകലത്തെയും കാവൽ ചെയ്ത് സൂക്ഷിച്ചത് കൊണ്ടുമാണ് ഇന്ന് നീ നിലനിൽക്കുന്നത്. തകർന്നു പോകുവാൻ, കോതമ്പ് പോലെ പറ്റുവാൻ ശത്രു നിന്റെ മേൽ ദൃഷ്ടി വെച്ചപ്പോ വിട്ടുകൊടുക്കാതെ, കൈവിട്ട് കളയാതെ ശാശ്വത ഭുജങ്ങളാൽ താങ്ങിയത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ദൈവസന്നിധിക്കുന്നത്. കൃപയാണ്. നേടിയതല്ല, ദൈവം തന്നതാണ്. നടന്നതല്ല, ദൈവം കൊണ്ടുവന്നതാണ്. ഈ ദൈവത്തിന്റെ കരുതലല്ലാതെ പ്രശംസിപ്പാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നേടിയതല്ല എങ്കിൽ നേടിയതാണെന്നതുപോലെ പ്രശംസിക്കുന്നത് എന്തിനാണ്? ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റാൽ കണ്ണാടിയിലേക്ക് മുഖം നോക്കുമ്പോൾ നമ്മൾ പറയണം, അപ്പാ ഇന്ന് എഴുന്നേക്കാൻ എന്നെ സഹായിച്ചിരുന്നു. ഹല്ലേലൂയ. ചർച്ചിലേക്ക് വരാൻ വേണ്ടി ഡ്രസ് ചെയ്യുമ്പോൾ പറയണം, ഡ്രസ് കീറി പറഞ്ഞ് ഡ്രസ് ഇല്ലാതെ ഭാരപ്പെടുന്ന 10,000 ജീവിക്കുന്ന ഈ രാജ്യത്ത് ഈ ഡ്രസ് എനിക്ക് തന്നത് കൃപയാണെന്ന് പറയണം. ഹല്ലേലൂയ. അലമാരി തുറക്കുമ്പോ ഒന്നിലധികം ഡ്രസ് അവിടെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം, അങ്ങയുടെ കൃപയാണപ്പാ, അർഹതപ്പെട്ടതല്ല. നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോ പറയണം, നടക്കാൻ എന്റെ കാലുകൾക്ക് ബലം പകർന്നത് കൃപയാണപ്പാ. ഹല്ലേലൂയ. പാട്ടുപാടി കൈയടിച്ച് ആരാധിക്കുമ്പോ പറയണം, ഈ കൈ അടിക്കാൻ എനിക്ക് സാധിക്കുന്നത് കൃപയാണപ്പാ. ഹല്ലേലൂയ. പ്രവാചകൻ വിളിച്ചു പറയുക, സത്യത്തിൽ ഇതിനെ വിളിക്കേണ്ടത് ദൈവത്തിന്റെ വിലാപമെന്നോ പ്രവാചകന്റെ നിലവിളിയെന്നോ ഒക്കെയാണ് ഇതിനെ വിളിക്കേണ്ടത്. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുക, ഇസ്രായേൽ ജനതയെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. എന്നിട്ട് അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മുന്തിരിവള്ളി നട്ടു. അതിനകത്ത് കല്ലുകൾ ഉണ്ടായിരുന്നു, ഓരോന്ന് പെറുക്കി കളഞ്ഞു. കല്ലെന്ന് പറയുന്നത് ഇതിന് വളരാൻ വിടാതെ ഈ നിലത്തെ മുഴുവനും ഭയങ്കര ശൂന്യമാക്കാനുള്ള കുറേ, അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണ്. ഒരു പക്ഷെ അതിനെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ കല്ലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിനെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വേണമെങ്കിൽ ഇങ്ങനെ വിളിച്ചോ, മുന്നോട്ട് പ്രതീക്ഷകൾ പോലും ഇല്ലാതെ നമ്മളെ തടയുന്ന, നമ്മുടെ ചെറുപ്പത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമുക്ക് കിട്ടിയ കുറേ ഭീതി, കുറേ ഭയങ്ങൾ, ട്രോമ, നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നിന്ന് നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കരിങ്കല്ലുകൾ പോലെ, നല്ല വിത്തൊന്നും മുളയ്ക്കാൻ കഴിയാതെ, എന്നെ കൊണ്ട് കൊള്ളത്തില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എനിക്കൊരു നന്മ ഉണ്ടാകത്തില്ല, ആരും എന്നെ ഇഷ്ടപ്പെടത്തില്ല, ഇങ്ങനെ കല്ലുകൾ പോലെ കിടന്ന് ഓരോന്നിനെ കർത്താവ് വന്നേച്ച് പറഞ്ഞു, ഇതിനി നിനക്ക് വേണ്ട, ഞാനിതെടുക്കുക. ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിന്റെ ഭാരമായിട്ട് നീ കൊണ്ടു നടക്കുന്ന ഒരു കരിങ്കല്ലില്ലേ, ഞാനത് ഞങ്ങൾ പൊക്കി എടുത്തേച്ച് ദൂരെ കളഞ്ഞേച്ച് പറയുക, നിന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട്. ശരി, ഇവിടെ കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് വേറൊരു കല്ല് കിടക്കുക. ഈ അനുഭവങ്ങളിലൂടെ വന്നത് കൊണ്ട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ളവരോട് ഇടപഴകാൻ കഴിവ് കിട്ടത്തില്ല. ആ കല്ലിനെ പെറുക്കിയെടുത്തേച്ച് കർത്താവ് പറഞ്ഞു, ഇത് ഞാനങ്ങ് എടുക്കുക. എന്നിട്ട് ഞാൻ നിന്നോട് പറയുക, ഞാൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നിനക്കൊരു ഭാവി ഉണ്ട്. അടുത്ത ഒരു കല്ല്, എന്റെ പശ്ചാത്തലം ഇതല്ലേ, എന്റെ കുടുംബം ഇതല്ലേ, അതിനെയും കർത്താവ് പെറുക്കി എടുത്തേച്ച് പറഞ്ഞു, അതെന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ നിന്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്നപ്പോ നീ ഒരു പുതിയ സൃഷ്ടിയായി. അതാണ് കാര്യം.
എല്ലാം പെറുക്കി പെറുക്കി കളഞ്ഞ് ഇതിനെ സംരക്ഷിക്കുന്ന വേലി കെട്ടിയിട്ട് ഒരു ഗോപുരം പണിത് അതിന് കാവലിരിക്കുക. ഒരു ഭക്തൻ ഇങ്ങനെ ഒരു ഭാവന കണ്ടത്, താൻ ഇങ്ങനെ എഴുതി, രാത്രി മുഴുവനും നീ കൂർക്കം വലിച്ച് ചുരുണ്ട് കിടന്നുറങ്ങിയപ്പോൾ നിന്റെ കിടക്കരികിൽ ഇമ വെട്ടാതെ ഒരുവൻ നിപ്പുണ്ടായിരുന്നു. രാവിലെ നീ എഴുന്നേറ്റ് വളരെ ബിസി ആയിട്ട് ഓടി നിന്റെ പ്രവർത്തികൾക്ക് പോയപ്പോ അവനവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒരു സെക്കൻഡ് ഒരു വാക്ക് നന്ദി പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ നീ ബിസി ആയിരുന്നു. നീ ഭയങ്കര ബിസി ആയിട്ട് സ്ഥാപനത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയപ്പോ ഒരു വാക്ക് വിചാരിച്ചു നീ നന്ദി പറയുമെന്ന്. അവിടെ ചെന്ന് നിന്റെ തിരക്കുകളുടെ നടുവിൽ ഒരു ലഞ്ച് ബ്രേക്ക് കിട്ടിയപ്പോ കൂട്ടുകാരുമായിട്ട് ഭയങ്കര ആസ്വദിച്ച് ചിരിച്ച് ആസ്വദിക്കുന്ന സമയത്ത് മാറി അവിടെ നിപ്പുണ്ടായിരുന്നു. ഒരു വാക്ക് നീ മിണ്ടുവെന്ന് വിചാരിച്ചു. പക്ഷെ നിനക്ക് നേരമില്ലായിരുന്നു. വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് ആ ബാഗ് അങ്ങോട്ടിട്ട് ആ TV ഓൺ ചെയ്ത് അവിടെ കണ്ടോണ്ടിരുന്നപ്പോഴും അരികിൽ നിപ്പുണ്ടായിരുന്നു. പകൽ മുഴുവനും നിന്നെ കാത്തതിന് ഒരു വാക്ക് നീ മിണ്ടുവെന്ന് വിചാരിച്ചു. ഈ രാത്രി ലേറ്റായിട്ട് അവിടെ ഇരുന്ന് പലതും കണ്ടു കേട്ട് സംസാരിച്ചു ബെഡിലേക്ക് പോയപ്പോ ഇനിയും രാത്രി മുഴുവനും നിന്നെ കാവൽ ചെയ്യാൻ അവിടെ അരികെ നിൽക്കുന്നവൻ കൊതിച്ചു നീ ഒരു വാക്ക് മിണ്ടുമെന്ന്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് വ്യക്തിപരമായി ഞാൻ ചോദിക്കട്ടെ, എത്ര തവണ നീ മിണ്ടി അവനോട്? എത്ര വാക്കുകൾ നീ കേട്ടു ക്രിസ്തുവിങ്കിൽ നിന്ന്? ഈ ആഴ്ചയിൽ എത്ര മിനിറ്റ് കർത്താവിന്റെ കൂടെ നടന്നു? എത്ര മണിക്കൂർ കർത്താവിന്റെ കൂടെ ചെലവഴിച്ചു? എങ്ങനെ ആ മനസ്സ് വേദനിക്കാതിരിക്കും? വെറുതെയല്ല തെരഞ്ഞെടുത്തതുകൊണ്ട്, വെറുതെയല്ല നിന്നെ പോറ്റി പുലർത്തിയത് കൊണ്ട്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ അയൽവക്കത്ത്, ഒരു ഉദാഹരണമായിട്ട് മാത്രം എടുക്കാവുള്ളൂ കേട്ടോ. നമ്മുടെ അയൽവക്കത്ത് ഒരു മോൻ, അവൻ ഭയങ്കര കഴിവുള്ളവനാണ്. പക്ഷേ അവന് പഠിക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? എന്നും ആ മോനോട് പറഞ്ഞു, മോനെ നീ നന്നായി പഠിക്കണം, ഞാൻ നിന്നെ സഹായിക്കാം. നിങ്ങളാൽ കഴിയുന്നത് പോലെ ആ മോനെ സഹായിച്ചു. അവനിങ്ങനെ പഠിച്ച് 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 കയറി വന്നു. അവസാനം അവന് ഹയർ സ്റ്റഡിക്ക് പോകണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇറങ്ങി, വീടാന്തരം ഇറങ്ങി അവന് വേണ്ടി നിങ്ങൾ പൈസ കളക്ട് ചെയ്തു. എന്നിട്ട് അവൻ്റെ കൈ കൊണ്ട് കൊടുത്തേച്ച് പറഞ്ഞു, ഇത് നീ ഫീസ് അടയ്ക്കണം. എന്തേലും നിനക്ക് പ്രാരാബ്ദം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഞാൻ ഈ നാട് മുഴുവനും നടന്ന് നിനക്ക് വേണ്ടി കളക്ഷൻ എടുത്തോളാം. ഇങ്ങനെ പറഞ്ഞ് ഒരു മഹാനഗരത്തിലേക്ക് അവിടെ പഠനത്തിന് പറഞ്ഞു വിട്ടു. വിട്ടതിൻ്റെ 4-ാം മാസം നിങ്ങൾ ഇങ്ങനെ കാഷ്വലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഒരു ചിത്രം കൂട്ടുകാരുമായിട്ട് ബിയർ ഊപ്പി വെച്ച് ആ ബിയറും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിലിട്ടിരിക്കുക. ഇത് കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നൊരു ഫീലിംഗ് എന്തായിരിക്കും? ഹൃദയം നുറുങ്ങുന്ന വേദന ഉണ്ടാകും. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ എന്തും ചെയ്യും. നിങ്ങൾ അടുത്ത് ചെയ്യാൻ പോകും, ചിലപ്പോൾ അവനെ ഫോൺ വിളിക്കും. എന്നിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന വാക്കുകൾ എന്തായിരിക്കും എന്ന് ചിലപ്പോൾ എന്തുവാകാം. ഭയങ്കര വഴക്കുണ്ടാക്കും അവനോട്. അവനെ വേണമെങ്കിൽ ചില ആളുകൾ നിയന്ത്രണം വിട്ട് അവനെ ശപിക്കും. എന്നിട്ട് പറഞ്ഞ നിന്നെ ഇനി മേലാൽ ഒരു കാര്യത്തിന് നീ എന്നെ കോണ്ടാക്ട് ചെയ്ത് പോകരുതെന്ന് പറയും. ഇനി നിനക്ക് 5 പൈസ ഞാൻ കളക്ട് ചെയ്യത്തില്ലെന്ന് പറയും. നിനക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത്, നിനക്ക് 10-ാം ക്ലാസ് പോലും പാസ്സാകാൻ അർഹതയില്ലായിരുന്നപ്പോ എടാ ഞാനല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്കൊക്കെ നമ്മളങ്ങ് പറഞ്ഞു കളയും. ഇനി മേലാൽ നീ എന്റെ മുഖം കാണരുത്, ഇനി നീ എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യും. എന്നാലും സമാധാനം ഉണ്ടാകത്തില്ല. അവന്റെ വീട്ടിൽ ചെല്ലും, 4 അവിടെയും പറയും. എന്നിട്ട് സമാധാനം ഉണ്ടാവില്ല. അവനെ ഹെൽപ്പ് ചെയ്ത് ഓരോരുത്തരുടെ അടുത്ത് എന്ന് വെച്ച് പറയും, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അബദ്ധം പറ്റി, ഇങ്ങനെയുള്ളവനെ ഒന്ന് സഹായിക്കരുത് പറയില്ലേ? പക്ഷെ നമ്മളെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി തന്ന് നീ കരഞ്ഞ് ഓരോ വിഷയത്തിൽ നിന്റെ അരികിൽ ഇറങ്ങി വന്ന് നിന്നെ ഇത്രത്തോളം കൊണ്ടുവന്നവൻ നിന്റെ അരികിൽ വന്ന് നിന്നിട്ട് ജീവിതത്തെ മുഴുവനൊന്ന് വിശകലനം ചെയ്ത് നീ നിമിഷത്തിൽ
ഒരു നല്ല മുന്തിരിവള്ളിയായി നട്ടിട്ട് കല്ലെല്ലാം പെറുക്കിക്കളഞ്ഞിട്ട് ഗോപുരം പണിത് നിന്നെ കാവൽ ചെയ്തിട്ട് നീ ചോദിക്കാത്തത് വരെ നിന്റെ ജീവിതത്തിൽ അവകാശമായി തന്നിട്ട് നീ വിചാരിക്കാത്ത വഴികളിലൂടെ നിന്നെ കൈപിടിച്ച് നടത്തിയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അകം പുറമറിയുന്ന ഈ കണ്ണുകൾ, അഗ്നിജ്വാലക്കത്ത കണ്ണുകൾ, ജീവിതത്തെ മുഴുവനും സ്കാൻ ചെയ്തിട്ട് ചോദിക്കുക, എന്ത് ഫലമാണ് നീ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? കർത്താവ് എപ്പോഴും വരുന്നത് അനുഗ്രഹിക്കാൻ മാത്രമല്ല, ചിലപ്പോഴൊക്കെ കണക്ക് ചോദിക്കാൻ വരും. നമുക്ക് തന്ന എല്ലാ ആത്മീക നന്മകൾക്കും കർത്താവ് തന്നതാണെങ്കിൽ കണക്ക് കൊടുത്തേ പറ്റും. നമുക്ക് തന്ന ആരോഗ്യത്തിന്, നമുക്ക് തന്ന സമ്പത്തിന്, നമുക്ക് തന്ന സമയത്തിന്, നമുക്ക് തന്ന സൗഹൃദങ്ങൾക്ക്, നമുക്ക് തന്ന കഴിവുകൾക്ക് എണ്ണി 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 കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. മരിച്ചവർ അപാലവൃദ്ധം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, അവയിൽ എഴുതിയിരുന്നൊത്തവണ്ണം മനുഷ്യന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാനൊരു വലിയ വെള്ള സിംഹാസനവും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ മുമ്പിൽ ആകാശവും ഭൂമിയും ഓടിപ്പോയി. എഴുതിയിരുന്നതിനൊത്തവണ്ണം വിധി പ്രഖ്യാപിക്കുന്നു. ചിലർ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും. കാരണം അവർക്കറിയാം, എനിക്ക് ദൈവം തന്ന ആയുസ് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്തു. എൻ്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ച പലതും ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തു. ഈ പ്രാഗൽഭ്യമുള്ളവര് പേര് വിളിക്കുന്ന മുഴുവൻ കാത്ത് തല ഉയർത്തി നിൽക്കും. അപ്പൊ വേറെ ചിലര് അവരുടെ ആയുസ് മുഴുവനും ലോകത്തിന് വേണ്ടിയും ജഡത്തിന് വേണ്ടിയും മോഹങ്ങൾക്ക് വേണ്ടിയും ആസ്വാദനങ്ങൾക്ക് വേണ്ടിയും ഓടിയവര്, ദൈവത്തെ മറന്നവര്, ദൈവത്തിന്റെ പദ്ധതികളെ ഓർക്കാഞ്ഞവര്, ഭയത്തോടെ വിറയലോടെ നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും അത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ അതിന്റെ 54 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയൊരു ഭാഗമുണ്ട്. കർത്താവ് വിധിക്കപ്പെടാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞിരുന്നു. ഇതെല്ലാം പത്രോസ് മറന്നുപോയി. എന്നിട്ട് 54 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 22:54 മുതൽ, അവർ അവനെ പിടിച്ച് പത്രോസ് അകലം വിട്ട് പിഞ്ചെന്നു തീ കത്തിച്ച് പത്രോസ് അവരുടെ ഇടയിൽ ചെന്നിരുന്നു. ഒരു ബാല്യക്കാരത്തി പത്രോസിനെ കണ്ടു. ഇവനും അവനോടുകൂടെ ആയിരുന്നവനെന്ന് പറഞ്ഞു. ആരെ അറിയുന്നില്ല, ആരെ അറിയുന്നില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വല നന്നായിക്കൊണ്ടിരുന്നപ്പോ വന്ന് തെരഞ്ഞെടുത്ത ആളെ ഞാൻ അറിയുന്നില്ലെന്ന്. ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ലാതിരുന്നപ്പോ നിന്റെ ശിഷ്യന്മാര് ടാക്സ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് കയ്യോടെ പിടിക്കാൻ വന്ന ആളുകളുടെ മുമ്പിൽ നീ ചൂണ്ട എടുത്തോണ്ട് ചെല്ല്, നീ ചൂണ്ട എറിയ. ആദ്യം കിട്ടുന്ന മീനെ പിടിച്ച് അതിന്റെ വാ പൊളിക്ക്. അതിന്റെ വായ്ക്കകത്ത് 4 ദ്രഹ്മ ഞാൻ വെച്ചിട്ടുണ്ട്. 2 നിനക്കും 2 എനിക്കും ടാക്സ് കൊടുക്കുമെന്ന് പറഞ്ഞ് കരുതിയവനെ ഞാൻ അറിയുന്നില്ലെന്ന്. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു. നീയും അവരുടെ കൂട്ടത്തിലുള്ളവനെന്ന് പറഞ്ഞു. പത്രോസോ മനുഷ്യ ഞാൻ അല്ല എന്ന് പറഞ്ഞു.
ഏകദേശം 1 മണി നേരം കഴിഞ്ഞാറ് വേറൊരുവൻ, ഇവനും അവനോടുകൂടെ ഒരാള് ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലയോ എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കോഴി കൂവി. അപ്പോൾ കർത്താവ് തിരിഞ്ഞു പത്രോസിനെ ഒന്ന് നോക്കി. എൻ്റെ കൂടെ ഒന്ന് ഭാവന കണ്ടേ. നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അരികിൽ ഞാൻ നിൽക്കുന്ന ഈ നിൽപ്പിൽ തൊട്ട് ചേർന്ന് എൻ്റെ കർത്താവ് നിൽക്കുന്ന ഒന്ന് ഭാവന കണ്ടേ. എന്നിട്ട് കർത്താവ് നമ്മളെ ഒന്ന് നോക്കുന്ന ഒന്ന് ഭാവന കണ്ട് നോക്കി. കർത്താവ് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ അകംപുറമുള്ളതുപോലെ നമ്മുടെ ജീവിതം മുഴുവനും, സംഭാഷണം മുഴുവനും, പ്രവർത്തികൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ മറയ്ക്കാൻ ഒന്നുമില്ലാത്തതുപോലെ ജീവിതം മുഴുവനും വിശകലനം ചെയ്യുന്ന കണ്ണുകൾ. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. കർത്താവ് ഇഷ്ടപ്പെടാത്തത് ഇരുന്ന് നീ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് നിന്ന് അവൻ ദുഃഖിക്കുന്ന ഒരു കാഴ്ച. നിന്റെ വീട്ടിനകത്തെ ലാപ്ടോപ്പിലും ടെലിവിഷനിലും കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കാത്തത് നീ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്റെ ജഡത്തെ തൃപ്തിപ്പെടുത്തുമ്പോൾ നിന്റെ അരികിൽ നിൽക്കുന്ന കർത്താവ് ദുഃഖിക്കുന്ന കാഴ്ച. ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കാത്ത ചിന്തകൾ മനസ്സിനകത്തിട്ട് ഇങ്ങനെ ചിന്തകളാകുന്ന ലോകത്ത് നീ പിശാചിനെ സേവിക്കുമ്പോൾ പിശാച് നിന്റെ മനസ്സിനെ പാപമാകുന്ന ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുകി അവൻ നിന്നെ നൃത്തം ചെയ്യിപ്പിക്കുമ്പോ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ചങ്കിലെ ചോര വരെ ഊറ്റിത്തന്ന് അവസാനത്തോട് രക്തം വരെ കാൽവരി ക്രൂശിൽ ഊറ്റിത്തന്ന് നിന്നെ വീണ്ടെടുത്തവന്റെ മനസ്സ് തകരുന്ന ഒരു കാഴ്ച. ആ കാഴ്ച കാണുന്നുണ്ടോ? ഇതുപോലെ ആ കാഴ്ച കാണാൻ നമ്മുടെ ആത്മീക ദൃഷ്ടി ഒന്ന് പ്രകാശിക്കുമോ? നമ്മുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കുമോ? ആ കർത്താവിന്റെ കണ്ണുകളെ കാണാൻ, കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ വന്ന ഒരു അമ്മ വളരെ വേദനയോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുന്നു. ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ. അവളുടെ ജീവിതത്തിന് വേണ്ടി, അവളുടെ ഭാവിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഈ അപ്പനും അമ്മയും പോയപ്പോൾ ഇവള് അഴുക്ക് ജീവിതത്തിലേക്ക് പോയതും ഏറ്റവും ദുസ്വഭാവമുള്ള നാട്ടിലെ ചെറുപ്പക്കാരനെ ആ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നതും സ്ഥിരമായി ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതും അയൽവാസി CCTVയിലെ ആ ക്യാമറയിലെ ക്ലിപ്പിംഗ് ഓരോ ദിവസങ്ങളിലെയും എടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്തത് കണ്ടപ്പോൾ തകർന്നു പോയ മനസ്സുമായിട്ട് എൻ്റെ മുമ്പിൽ ഇരുന്ന കാഴ്ച. നമ്മൾ ശത്രുക്കളായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ കർത്താവ് നമ്മളെ കൈവിട്ട് നമ്മൾ നമ്മുടെ വഴിക്കും കർത്താവ് കർത്താവിൻ്റെ വഴിക്കും ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, കർത്താവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അതാ ഇവിടുത്തെ വിഷയം. ഒരു കുഞ്ഞിനെ ആ അമ്മ സ്നേഹിക്കുന്നില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ഈ അമ്മ മൈൻഡ് ചെയ്യത്തില്ല. എവിടെയെങ്കിലും പോയി ക്രാഷ് ലാൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയും. പക്ഷെ ഇത് അങ്ങനെയല്ല. നഗരത്തിൽ പഠിക്കാൻ പോയി മദ്യപാനത്തിലേക്ക് അടിമപ്പെട്ടു പോയിട്ട് ഈ അമ്മ ഇത് അറിയുന്നില്ല. ഇവൻ ആദ്യം അവധിക്ക് വരികയാണ്. അപ്പൊ ഇവൻ വരുന്നു എന്ന് അറിഞ്ഞിട്ട് ഈ അമ്മ കഷ്ടപ്പെട്ടാണ് ഇവന് പൈസ അയച്ചു കൊടുക്കുന്നത്. ഈ അമ്മ മകൻ വരുന്നു എന്ന് അറിഞ്ഞിട്ട് ഇവന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വെച്ച് ഇവൻ വരുന്നു എന്ന് വഴിത്തലക്കൽ കണ്ണു നട്ടിങ്ങനെ ഇരിക്കുക. കുറെ കഴിഞ്ഞപ്പോൾ ഇവൻ വരുന്നു.
നേരെ നടക്കാൻ മേലെ ഇവന്. കുടിച്ചിട്ടാ വരുന്നത്, കയ്യിലുണ്ടൊരു മദ്യക്കുപ്പി. അമ്മയ്ക്ക് സഹിച്ചില്ല. അകത്തേക്ക് കയറി വന്ന് മകന്റെ അടുക്കലേക്ക് ഭ്രാന്തിയെ പോലെ ഓടിച്ചെല്ലുകയാണ് ഈ അമ്മ. അവനെ കോളറിന് പിടിച്ചിങ്ങനെ കുലുക്കുകയാണ്. എങ്ങനെ നിനക്ക് ഇത് എന്നോട് ചെയ്യാൻ പറ്റിയടാന്നാ ചോദിക്കുന്നേ. ഈ മദ്യത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന മകന് ഇത് വല്ലതും തോന്നുന്നു. ഇവന് ദേഷ്യം വന്നു. ഇവൻ ആ കുപ്പി ഒരു ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ആ കുപ്പി ചുമരി തട്ടി പൊട്ടി അതിന്റെ ചീള് ഈ അമ്മയുടെ ദേഹത്തിൽ ചെന്ന് തറച്ച് ആ മദ്യത്തിൽ കാല് തെറ്റി അമ്മ താഴെ വീണ് ഈ നെറ്റിയിലേക്ക് ആ കുപ്പിച്ചില് തറച്ച് കയറി ചോരയൊഴി കിടക്കുക. ഇവൻ ദേഷ്യത്തോടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മരപ്പടിയിൽ കാല് തെറ്റി അവൻ താഴെ വീണു. ഇവൻ താഴെ വീണ നിമിഷം പുറകിൽ ശബ്ദം, മോനെ നിനക്ക് വേദനിച്ചോടാ. ഇതാ അമ്മയുടെ സ്നേഹം. എത്ര ഉപദ്രവിച്ചാലും എത്ര വേദനിപ്പിച്ചാലും നീ എന്റെ മോനല്ലേ. ഞാനും നിങ്ങളും ആ പ്രാണപ്രിയന്റെ മനസ്സിനെ എത്ര വേദനിപ്പിച്ചാലും അവൻ ഇതുപോലെ ഇവിടെ വന്നിട്ട് നിന്നോട് പറയുക, നീ എന്റെ കുഞ്ഞല്ലേ. അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ. പിശാചിന്റെ അധീനതയിലേക്ക് എന്നാ നീ അങ്ങ് പോട്ടെ എന്ന് വെച്ച് നിന്നെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. നീ എന്റെ കുഞ്ഞല്ലേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നതല്ലേ. പാപത്തിന്റെ ചങ്ങലകളിൽ നിന്ന് നിന്നെ രക്ഷിക്കാം. എന്റെ ചങ്കിലെ ചോരയല്ലേ ഞാൻ കൊടുത്തത്. അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? അങ്ങനെ ഇരുട്ടിന്റെ അധീനതയിലേക്ക് നീ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ണടച്ചു വിടാൻ പറ്റുമോ? ഇല്ല, ഇല്ല, കർത്താവിനത് പറ്റില്ല. നീ എന്തോരം തളടിയായി പോയാലും അവൻ ഒരു പടി മുന്നോട്ട് പോകില്ല. നീ എഴുന്നേൽക്കുന്ന നിമിഷം കാത്ത് അവനോട് നിൽക്കും. നീ എഴുന്നേൽക്കുന്ന സമയം വരെ ക്ഷമയോടെ അവൻ കാത്തു നിൽക്കും. അത് കാണാൻ പറ്റുമെങ്കിൽ ഇന്ന് വരെ നമ്മുടെ കർത്താവിനോട് പറയാം, അപ്പാ നല്ല നിലത്ത് നട്ട മുന്തിരിയ, കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ, തള്ളിക്കളയല്ലേ കർത്താവേ, ഉപേക്ഷിക്കല്ലേ കർത്താവേ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ തുടരേണ്ടതിന്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതിന് ആയുസ്സുള്ള നാളെല്ലാം അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അങ്ങയുടെ ഇഷ്ടം എന്റെ ഇഷ്ടമാക്കാൻ, അങ്ങയുടെ ഇഷ്ടം എന്റെ ഇഷ്ടമാക്കാൻ ആ കർത്താവിന്റെ മുൻപിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് നമ്മുടെ കർത്താവിനോട് ഇത് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ? ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഈ പ്രിയന്റെ പാട്ടിനോട് കൂട്ടിച്ചേർക്കാൻ നമുക്ക് ചില വാക്കുകളുണ്ടോ? ഇല്ല കർത്താവേ, ഇനി അങ്ങോട്ട് ഒരു കാട്ടുമുന്തിരിങ്ങ പോലും എൻ്റെ ലൈഫിൽ നിന്ന് അങ്ങ് കാണില്ലെന്നൊന്ന് വാക്ക് കൊടുക്കാൻ പറ്റിയാൽ ആ മനസ്സത്ര നിറയും. ആദാമേ നീ എവിടെ എന്ന് വിളിച്ചു ചോദിച്ചത് ആദാം ആ കാൽപാദത്തിൽ ചെന്ന് വീഴുമെന്ന് വിചാരിച്ചിട്ടാണ്. നാട്ടൊലിവായി തീർന്നിട്ടും കാഴ്ചമില്ല സൽഫർ. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല ഏഴ്. ഇത്ര നല്ല സ്നേഹം, ഇത്ര നല്ല സ്നേഹം. ദൈവത്തിന്റെ പ്രതീക്ഷകൾക്കൊത്തുയരേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്താം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു ഗാനം ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം.